ഗുഡ് മോർണിംഗ് ഓൾ. ഹാപ്പി ലേണിംഗ്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ നെറ്റ് എഡ്യൂക്കേഷനിലെ പേപ്പർ 2ൻ്റെ ക്ലാസ് 8 സെഷനിലേക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയായ ഐഡിയലിസത്തെ കുറിച്ചാണ്. ഐഡിയലിസം അല്ലെങ്കിൽ ആദർശവാദം എന്നൊക്കെ പറയുന്ന ഒരു ഇസത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐഡിയലിസം എന്ന് പറയുന്നത് is a metaphysical view that associate reality to ideas in the mind rather than to material objects. ഐഡിയകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇസമാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഐഡിയാസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇസമാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഇതിലെ റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഐഡിയകളുമായി associate reality to ideas in the mind rather than to material objects. നമ്മൾ കാണുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനേക്കാൾ നമ്മുടെ മനസ്സിലുള്ള ഐഡിയകൾക്കാണ് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്കൂൾസ് ഓഫ് ഫിലോസഫിയാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. An idealist does not have consideration for the material values of life. മെറ്റീരിയൽ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽ വാല്യൂസ് ഓഫ് ലൈഫിനെ കുറിച്ച് ഐഡിയലിസ്റ്റ് പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല. He believes that the material or physical universe is not a complete expression of reality. നമ്മൾ ഈ കാണുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ യൂണിവേഴ്സ് അത് റിയാലിറ്റിയുടെ ഒരു പൂർണ്ണമായ ഒരു എക്സ്പ്രഷൻ അല്ല. ശരിക്കും ഇതിൻ്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലോസഫർ നമ്മൾ പറയും ഈ ഐഡിയലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രൊഫറ്റ് എന്നറിയപ്പെടുന്നത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രവാചകൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വക്താവ്. പ്ലേറ്റോയുടെ ഒരു തിയറി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയുണ്ട്. ആ തിയറിയിൽ പറയുന്നത് ഇമിറ്റേഷൻ തിയറി അല്ലെങ്കിൽ ആർട്ടിസ്റ്റോയിസ്റ്റ് ഫ്രം റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ഒരു ഐഡിയക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു തിയറിയാണ്. നമ്മൾ കാണുന്ന നമ്മളൊരു പിക്ചർ, ഒരു പൂവിനെ എടുക്കുകയാണെങ്കിൽ, ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ, ആ ഫ്ലവർ എന്ന് പറയുന്നത് ഫ്ലവറിനെ ഒരാൾ വരക്കുകയാണെങ്കിൽ അത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ നിന്നും 2 തവണ അകന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ വരച്ച ആ പുഷ്പം എന്ന് പറയുന്നത്, പൂവ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഒരു ആശയപ്രകാരം നമ്മൾ കാണുന്ന പ്രകൃതിയിൽ നമ്മൾ കാണുന്ന പൂവ് തന്നെ അത് തന്നെ ഒരു ഇമിറ്റേഷനാണ്, അത് തന്നെ റിയാലിറ്റി അല്ല. റിയാലിറ്റി ശരിക്കും ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് റിയൽ ആയിട്ടുള്ള സംഭവം. അതിൻ്റെ ഒരു ഇമിറ്റേഷനാണ് നമ്മൾ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന മെറ്റീരിയലായിട്ട് കാണുന്ന ആ പുഷ്പം എന്ന് പറയുന്നത്. ആ ഇമിറ്റേഷനെ നമ്മൾ വരക്കുമ്പോൾ, ഒരു കലാകാരൻ വരക്കുമ്പോൾ അല്ലെങ്കിൽ ആ പൂവിനെ കുറിച്ചൊരു കലാകാരൻ എഴുതുമ്പോൾ അത് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ നിന്ന് 2 തവണ അടർത്തി മാറ്റപ്പെട്ട സംഗതിയാണ് എന്നാണ് പറയുന്നത്. ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസത്തിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ഇവർ റിയാലിറ്റിയെ കാണുന്നത്. നമ്മളിവിടെ കാണുന്ന കാര്യങ്ങൾ തന്നെ യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി അല്ല. Idealist claims that this reality is spiritual rather than physical and mental rather than material. മെറ്റീരിയൽ അതിനേക്കാൾ മെൻ്റലാണ്, മനസ്സുകൊണ്ടാണ് നമുക്ക് റിയാലിറ്റിയെ തൊടാൻ കഴിയുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് സ്പിരിച്വൽ. റിയാലിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിയാലിറ്റി എന്നാണ് ഐഡിയലിസ്റ്റ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാൻ ഹാസ് ടു ഫേസ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ. മനുഷ്യന് 2 മുഖങ്ങളുണ്ട്, അതൊന്നും സ്പിരിച്വൽ ആണ്, മറ്റൊന്നും മെറ്റീരിയൽ ആണ്. വെൻ ദ എംഫസൈസ് ഈസ് ഓൺ ദ റിയലൈസേഷൻ ഓഫ് സ്പിരിച്വൽ ലൈഫ്, ഇറ്റ് ഇസ് കോൾഡ് ഐഡിയലിസം. നമ്മൾ സ്പിരിച്വൽ ലൈഫിനെ എംഫസൈസ് കൊടുക്കുമ്പം അതിനെ നമ്മൾ ഐഡിയലിസം എന്ന് പറയും. An idealist does not have consideration for material values of life. He believes that material or ഫിസിക്കൽ യൂണിവേഴ്സ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് റിയാലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി എന്താണ് ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്നുള്ള നിലക്ക് ഐഡിയലിസത്തിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായ തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്.
ഒന്നാമത്തെ ഫിലോസഫി ആയിട്ട് പറയുന്നത് സ്പിരിറ്റ് ആൻഡ് മൈൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് റിയാലിറ്റി. റിയാലിറ്റിയെ നിർമ്മിക്കുന്നത് സ്പിരിറ്റും മൈൻഡും ആണ്. ദ ഫിസിക്കൽ വേൾഡ് ഈസ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ് ദാൻ ദ വേൾഡ് ഓഫ് ദ മൈൻഡ്, ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ വേൾഡിന് ഇമ്പോർട്ടൻസ് കുറവാണ്. അതിനപ്പുറം ഐഡിയാസിനും അതേപോലെ തന്നെ മനസ്സിനൊക്കെയാണ് പ്രാധാന്യം കൂടുതലുള്ളത്. അതാണ് റിയാലിറ്റിയെ നിർമ്മിക്കുന്ന സംഭവം. Reality exists in the mind and not in the physical world. The physical and material world is not the complete expression of reality. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് ഗോഡ് ഈസ് ഓൾ സോഴ്സ് ഓഫ് നോളജ്. ഗോഡാണ് ഓൾ സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഗോഡാണ്. ഇത് ഐഡിയലിസ്റ്റിന്റെ ഇടയിൽ തന്നെ രണ്ട് രീതിയിൽ ഇതിനെ ഐഡിയ അല്ലെങ്കിൽ മൈൻഡ് രണ്ട് വ്യത്യസ്ത രീതിയിൽ സോഴ്സ് ഓഫ് നോളജിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന ഗോഡ് ഈസ് ഓൾ സോഴ്സ് ഓഫ് നോളജ്, മറ്റൊന്ന് മൈൻഡ് ഓർ സ്പിരിറ്റ് ഈസ് ഓൾ സോഴ്സ് ഓഫ് നോളജ്. വേറൊരു രീതിയിൽ പറയുന്നത് ഐഡിയാസ് ഈസ് ഓൾ സോഴ്സ് ഓഫ് നോളജ്, ഐഡിയാസ് ഇൻ ദ മൈൻഡ് ഈസ് ദ ഓൾ സോഴ്സ് ഓഫ് നോളജ്. ഈ രീതിയിലൊക്കെ ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ റിവീൽഡ് നോളജ്, ഈ ഗോഡാണ് എല്ലാ നോളജിൻ്റെയും സോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന നോളജ് റിവീൽഡ് നോളജ് ആയിരിക്കും. റിവീൽഡ് നോളജ് ഇസ് സപ്പോസ് ടു ബി ദ വേർഡ്സ് ഓഫ് ഗോഡ് ആൻഡ് ഈസ് ദ ഓൺലി റിലയബിൾ സോഴ്സ് ഓഫ് നോളജ്. അപ്പം ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ, അങ്ങനെയുള്ള സ്ക്രിപ്റ്റേഴ്സ്, ഹോളി സ്ക്രിപ്റ്റേഴ്സ്, ഹോളി ബുക്സ്, ഇതൊക്കെയാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള നോളജിൻ്റെ സോഴ്സ്. ഇതൊക്കെയാണ് എന്നാണ് ഐഡിയലിസ്റ്റ്. അപ്പോൾ ഐഡിയലിസ്റ്റ് ഒരുപാട് റിലീജിയസ് സെക്ടേഴ്സ് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. ദെൻ തേർഡ് പ്രിൻസിപ്പിൾസ് വാല്യൂസ് ആർ അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ് എന്നുള്ളതാണ്. വാല്യൂസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്, അൺചേഞ്ചിങ് ആണ്, മാറാത്തതാണ്. ട്രൂത്ത്, ബ്യൂട്ടി ആൻഡ് ഗുഡ്നസ്, ഇതൊക്കെ സ്പിരിച്വൽ വാല്യൂസ് ആണ്. സത്യം, ശിവം, സുന്ദരം എന്നൊക്കെ നമ്മൾ പറയും. ഈ കാര്യങ്ങളൊക്കെ വാല്യൂസ് ആണ്. ഇതൊക്കെയും അൺചേഞ്ചിങ് ആണ്, അബ്സല്യൂട്ട് ആണ്. These spiritual values are undying and permanent. Realization of these values is the realization of God. ഈ വാല്യൂസിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് എന്ന രീതിയിൽ ഐഡിയലിസ്റ്റുകൾ പറയുന്നുണ്ട്. നാലാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് മാൻ ഈസ് നോട്ട് ദ ക്രിയേറ്റർ ഓഫ് വാല്യൂസ്. വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ മനുഷ്യനല്ല. Man cannot create values. This philosophy believes that ideals are not made by man, rather they already exist in the world. Man only discovers through his efforts. മനുഷ്യർ ക്രിയേറ്റ് ചെയ്യുന്നതല്ല വാല്യൂസ് എന്ന് പറയുന്നത്, അത് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. അത് മനുഷ്യർ കണ്ടെത്തുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഐഡിയലിസ്റ്റിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മാൻ ഈസ് സ്പിരിച്വൽ ബീയിങ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. നെക്സ്റ്റ് വൺ, ഐഡിയാസ് ആൻഡ് വാല്യൂസ് ആർ സുപ്പീരിയർ ടു മെറ്റീരിയലിസ്റ്റിക് വേൾഡ്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ്. റിയൽ നോളജ് ഇൻ പെർസീവ്ഡ് മൈൻഡ്, യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് മനസ്സിനകത്താണ്. ഐഡിയാസ് ആർ സോഴ്സ് ഓഫ് നോളജ്. നേരത്തെ ഗോഡ്സ് ആർ സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഗോഡ്സ് എന്നുള്ളിടത്ത് ഐഡിയാസ് ആ രീതിയിലും പറയാറുണ്ട്. ദെൻ ഐഡിയാസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഒബ്ജക്റ്റ്. റിയാലിറ്റി ഈസ് ദ സിംപ്ലി ദ പ്രൊഡക്റ്റ് ഓഫ് മൈൻഡ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഐഡിയലിസ് ആയിട്ട് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐഡിയക്കാണ്, അല്ലെങ്കിൽ മനസ്സിനാണ്, മൈൻഡിനാണ്, സ്പിരിറ്റിനാണ് പ്രാധാന്യം, റാദർ ദാൻ മെറ്റീരിയൽ. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഇതിൻ്റെ ചീഫ് എക്സ്പോണൻസ് ഓഫ് ഐഡിയലിസം, ഏറ്റവും ഐഡിയലിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരായിരുന്നു എന്നാണ് പറയുന്നത്. പ്ലേറ്റോ, ബേക്ക്ലി, ഫിച്ച്, ഹെഗൽ, കാന്റ്, ഇമാനുവൽ കാന്റ്, സോക്രട്ടീസ്, അരവിന്ദ ഘോഷ്, രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, ഫ്രോബൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആള് എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത്. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് വേദാന്തിക് ഐഡിയലിസ്റ്റ് എന്നാണ് അതിനെക്കുറിച്ച് സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ളത്. വേദാന്തിക് ഐഡിയലിസ്റ്റ്. മഹാത്മാഗാന്ധിയും ടാഗോറിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഓൾമോസ്റ്റ് ഓൾ സ്കൂൾസ് ഓഫ് ഫിലോസഫിയുടെയും പോസിറ്റീവ് ഐഡിയാസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ
ശ്രമിച്ച 2 പേരാണ്. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഐഡിയലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ടാഗോറിനെ കുറിച്ച് വേദാന്തിക് ഐഡിയലിസ്റ്റ് എന്നാണ് കൂടുതൽ മെൻഷൻ ചെയ്യാറുള്ളത്. അതേസമയം നാച്ചുറലിസത്തിൻ്റെയും റിയലിസത്തിൻ്റെയും പ്രാഗ്മാറ്റിസത്തിൻ്റെയും ഇതിലൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോയിന്റ്സുകൾ ഫിലോസഫികൾ ടാഗോറും ഗാന്ധിയും അവരുടെ ഫിലോസഫിയിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പ്ലേറ്റോ, ബെർഗ്ലി, ഫിച്ച്, ഹെഗൽ, കാന്റ്, സോക്രട്ടീസ്, ഫ്രോബൽ ഇവർ അരവിന്ദ ഘോഷ് ഇവർ ഐഡിയലിസ്റ്റുകളായിട്ട് അറിയപ്പെടുന്നു. ദെൻ ഐഡിയലിസത്തിന്റെ ഒരു എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയലിസത്തിന്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിംസ് ആയിട്ട് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. ഒന്നാമത്തത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഫുൾ നോളജ് ഓഫ് ദ സെൽഫ്. സ്വയം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് മീൻസ് ടു ഫുൾഫിൽ വൺസ് ഇൻഡിവിജ്വൽ നാച്ചർ ഇൻ ഓൾ ഇറ്റ്സ് ആസ്പെക്ട്സ്. The highest potentiality of self must be realized in a social and cultural environment provided by the home and school. അപ്പോൾ സ്വയം തിരിച്ചറിയുന്നതോടുകൂടിയാണ് ഒരു വ്യക്തി ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിലേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ സെൽഫ് റിയലൈസേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിമായിട്ട് ഐഡിയലിസം പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ ഒരു എയിമായിട്ട് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് റാഷണാലിറ്റി എന്നുള്ളതാണ്. ബുദ്ധിയെയും അതേപോലെ തന്നെ റാഷണൽ തിങ്കിങ്ങിനെയും വളർത്തുക എന്നുള്ളത്. According to idealists, there is a purpose in all objects and natural phenomena. The universe is ഈ ഐഡിയലിസ്റ്റുകൾ പറയുന്നത് നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളിലും നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിലും ഒരു ഒരു പേർപ്പസ് ഉണ്ട്. ദ യൂണിവേഴ്സ് ഈസ് പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ്. നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്ലാൻഡ് ആണ്, ഓർഗനൈസ്ഡ് ആണ്. എഡ്യൂക്കേഷൻ ഷുഡ് എയിം അറ്റ് ഹെൽപ്പിംഗ് ദ പീപ്പിൾ ടു ഡയറക്റ്റ് ഹിസ് എഫേർട്സ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ദീസ് ലോസ്. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ നിയമങ്ങളെക്കുറിച്ചും വളരെ പ്ലാൻഡ് ആയിട്ട് ഓർഗനൈസ് ആയിട്ട് നിൽക്കുന്ന ഈ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാനുള്ള ഒരു ഡയറക്ഷൻ, ഒരു സഹായമായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ രീതിയിൽ അവൻ്റെ ചിന്തയെയും ബുദ്ധിയും വളർത്തുന്നതായിരിക്കണം വിദ്യാഭ്യാസം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഐഡിയലിസം എന്ന് പറയുന്നത് റിലീജിയസ് എഡ്യൂക്കേഷനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൺസർവേഷൻ, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ, ഇത് ഈ എയിംസ് കൺസർവേഷൻ, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ, നമ്മുടെ സംസ്കാരങ്ങളെ അതിനെ കൺസർവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, ട്രാൻസ്മിഷൻ ചെയ്യുക, ഇതൊക്കെയും ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിംസ് ആണ്. ദ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ് ഓഫ് മാൻകിൻ മസ്റ്റ് ബി പ്രിസേർവ്ഡ്. നമ്മുടെ കൾച്ചറൽ ഇൻഹെറിറ്റൻസ് അത് പ്രിസേർവ് ചെയ്യണം. ആൻഡ് ഇമ്പാക്ട് ടു സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ, വിദ്യാലയങ്ങളിലൂടെ കുട്ടികൾക്ക് അത് കൈമാറുകയും വേണം. Education should aim at providing the means of informing the student with the great achievements in literature, arts, mathematics and science. ഇതിലൊക്കെയുള്ള ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മാത്സിൽ, സയൻസിൽ, ലിറ്ററേച്ചറിൽ ഒക്കെയുള്ള വലിയ വലിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. Man should not merely learn culture but should be able to invent and transmit to the next generation. കുറെ കൾച്ചർ പഠിക്കുക എന്നതിലപ്പുറം ഈ കൾച്ചറിനെ വരുന്ന തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കൂടി അവരെ ആംപ്ലി ആക്കണം, അതിനു കൂടി അവരെ പ്രാപ്തരാക്കണം എന്നാണ് ഇത് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഐഡിയലിസ്റ്റ് പറയുന്നത് എല്ലാവർക്കും, എവറി ഹ്യൂമൻ ബീങ് മസ്റ്റ് റിസീവ് എ ചാൻസ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഈ ഒരു എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അവർക്കത് റിസീവ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ അവൈലബിൾ ആയിരിക്കണം. ദ ബിലീവ് ഇൻ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. How, according to Plato, education should be imparted according to the needs of the individual being educated. പക്ഷെ പ്ലേറ്റോ വളരെ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ഏത് ആൾക്കാർക്കാണോ വിദ്യാഭ്യാസം നൽകുന്നത് അവരുടെ നീഡ് അനുസരിച്ചായിരിക്കണം. ഇപ്പം സോൾജേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ വുമൻസിനാണെങ്കിൽ എന്താണോ നീഡ് ബേസ്ഡ് ആയിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ഇവരുടെ എയിമായിട്ടാണ് പറയുന്നത്. ദെൻ കൾട്ടിവേഷൻ ഓഫ് മോറൽ വാല്യൂസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആസ്പെക്ട്സ്. മോറൽ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഐഡിയലിസ്റ്റുകൾ 2 ആസ്പെക്ട്സിലാണ് പറയുന്നത്. ഒന്ന് ഡ്യൂട്ടീസ് ടു സെൽഫ്, നമുക്ക് സ്വന്തത്തോട് ഓരോ ഇൻഡിവിജ്വലിനും അവൻ്റെ സെൽഫിനോടൊരു മോറൽ ഡ്യൂട്ടി ഉണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട് സ്വന്തത്തോട്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സെക്കൻഡ് വൺ ഈസ് ഡ്യൂട്ടീസ് ടു അതേഴ്സ്.
മറ്റുള്ളവരോട് ഒരു ഡ്യൂട്ടീസ് ഉണ്ട്, മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൂടിയിട്ടുള്ളതാണ് മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം സ്വന്തത്തോടുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി, അതേപോലെ അതേഴ്സിനോടുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി, ഇത് രണ്ടിനെയും കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡെവലപ്പ് ദ മൈൻഡ്. മനസ്സിന് ഇങ്ങനെ വികാസം ഉണ്ടാക്കണം കുട്ടികളുടെ. സെർച്ച് ഫോർ ട്രൂ ഐഡിയാസ് ഒരു എയിമാണ്. ശരിയായ ഐഡിയാസിനെ സെർച്ച് ചെയ്യുക എന്നുള്ളത്. ദെൻ ക്യാരക്ടർ ഡെവലപ്മെന്റ് മറ്റൊരു എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ദെൻ ട്രൂ എഡ്യൂക്കേഷൻ കൺസേൺ വിത്ത് ഐഡിയാസ് റാദർ ദെൻ മാറ്റർ, നേരത്തെ പറഞ്ഞ കാര്യമാണത്. ദെൻ ഐഡിയലിസം ആൻഡ് കരിക്കുലം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പം പ്രിൻസിപ്പിൾസ്, മേജർ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ദെൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഐഡിയലിസം പറഞ്ഞു. തേർഡ്, നെക്സ്റ്റ് സെഷൻ, നെക്സ്റ്റ് പോയിന്റ് ഐഡിയലിസം ആൻഡ് കരിക്കുലം. കരിക്കുലത്തെ കുറിച്ച് എന്താണ് ഐഡിയലിസം പറയുന്നത് എന്നുള്ളതാണ്. According to idealist, education must make available to each child vivid acquaintance with the created order of God, human history, culture, and spiritual heritage. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഐഡിയലിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം അവർ ഓരോ വിദ്യാർത്ഥിക്കും ദൈവത്തെക്കുറിച്ചും മനുഷ്യന്റെ ചരിത്രത്തെക്കുറിച്ചും അവന്റെ കൾച്ചറൽ സ്പിരിച്വൽ ഹെറിറ്റേജിനെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു അറിവുണ്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കണം കരിക്കുലം എന്ന് പറയുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് ഓൾ സബ്ജക്ട്സ്, ലാംഗ്വേജ്, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ജോഗ്രഫി, മാത്സ്, അസ്ട്രോണമി, സയൻസ്, ഇതൊക്കെയും കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി പഠിപ്പിക്കണം എന്നാണ് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ളത്. പ്ലേറ്റോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ആർട്സ് ആൻഡ് പോയട്രി ഫോർ ഈസ്തെറ്റിക് ഡെവലപ്മെന്റ്. ആർട്സും പോയട്രിയും ഈസ്തെറ്റിക് ഡെവലപ്മെന്റിന് വേണ്ടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ദെൻ അത്ലറ്റിക്സ് ഫോർ ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടി അത്ലറ്റിക്സ് പഠിപ്പിക്കണം. അതേപോലെ തന്നെ റിലീജിയൻ, ഫിലോസഫി, ഇതൊക്കെ മോറൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ കരിക്കുലത്തിൽ ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ അടുത്തതായിട്ട് പറയുന്നത്, അത് കരിക്കുലത്തിലെ മനുഷ്യന്റെ ആക്ടിവിറ്റീസിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റലക്ച്വൽ, ഈസ്തെറ്റിക്സ്, മോറൽ, ഫിസിക്കൽ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നത്. ദെൻ ഇതാണ് പ്രധാനമായിട്ട് കരിക്കുലത്തെ കുറിച്ച് പറയുന്നത്. അടുത്തത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഏതൊക്കെ മെത്തേഡ്സിലാണ് പഠിപ്പിക്കേണ്ടത് ഐഡിയലിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം. There is no single method has been advocated by the idealist. അവർ ഒരു സിംഗിൾ മെത്തേഡിന് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. വ്യത്യസ്ത മെത്തേഡ്സ്. അത് സോക്രട്ടീസ് യൂസ് ഡയലക്റ്റിക്സ്, ക്വസ്റ്റ്യൻ ആൻസർ, അല്ലെങ്കിൽ ഡിസ്കഷൻ മെത്തേഡ്. സോക്രട്ടീസ് ഉപയോഗിച്ചത് ഡയലക്റ്റിക്സ് മെത്തേഡാണ്. പ്ലേറ്റോ ഉപയോഗിച്ചത് കോൺവെർസേഷൻ ഓർ ഡിസ്കോഴ്സ് മെത്തേഡാണ്, അല്ലെങ്കിൽ ലെക്ചർ മെത്തേഡാണ്. അരിസ്റ്റോട്ടിൽ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡിനാണ് പ്രാധാന്യം കൊടുത്തത്. ഹെഗൽ ലോജിക്കൽ മെഷറിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തത്. ഡെസ്കാർട്ട് ഡിവൈസ് ഓഫ് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡിനാണ് പ്രാധാന്യം കൊടുത്തത്. ഹെർബർട്ട് ഇൻസ്ട്രക്ഷൻ മെത്തേഡിനാണ് പ്രാധാന്യം കൊടുത്തത്. ഫ്രോവൽ ഇൻസ്റ്റഡ് പ്ലേവേ മെത്തേഡിനാണ് പ്രാധാന്യം കൊടുത്തത്. പെസ്റ്റലോജി പ്രാക്ടീസ് ആൻഡ് റെപ്പിറ്റേഷൻ മെത്തേഡിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇതൊക്കെയാണ് ഡിഫറെന്റ്. ഒരു സിംഗിൾ മെത്തേഡിന് ഐഡിയലിസ്റ്റുകൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതേസമയം ഫേമസ് ആയിട്ടുള്ള ഐഡിയലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത ഓരോരോ മെത്തേഡാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. ദെൻ അടുത്തതായിട്ട് ഡിസിപ്ലിൻ. ഐഡിയലിസ്റ്റ് എന്താണ്? ഡിസിപ്ലിനെ കുറിച്ചുള്ള ഐഡിയലിസ്റ്റിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇംപ്രഷനിസ്റ്റിക് ഡിസിപ്ലിൻ ആണ് ഐഡിയലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. ഐഡിയലിസ്റ്റുകൾ പറയുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇംപ്രഷനിസ്റ്റിക് ഡിസിപ്ലിൻ ആണ്. അവർ ഒരു പരിധി വരെ, ഒരു എക്സ്റ്റെൻഡ് വരെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ റിഗറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട്. അറ്റാച്ച് ഇമ്പോർട്ടൻസ് ടു ഇംപ്രഷനിസ്റ്റിക് ഡിസിപ്ലിൻ വിച്ച് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചർ ഇൻ ഗൈഡിങ് ദ സ്റ്റുഡൻസ്. ടീച്ചറാണ് ഗൈഡ് ചെയ്യുക കുട്ടികളെ. ഫ്രീഡം ഉണ്ടാവും, പക്ഷെ ഡിസിപ്ലിൻ, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഉണ്ടാവും. ഇറ്റ് ഇസ് ത്രൂ ഹാർഡ് ആൻഡ് റിഗറസ് ലൈഫ് ദേ വിൽ ലേൺ ഹയർ വാല്യൂസ്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫിലൂടെയാണ് അവർ ഹയർ വാല്യൂസ് ഒക്കെ നേടിയെടുക്കുക. നമ്മുടെ ഒരു ഗുരുകുലത്തെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. അവിടെ അങ്ങനെ വളരെ കണിശമായ ജീവിത രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഹയർ വാല്യൂസിലേക്കൊക്കെ എത്തിക്കുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഐഡിയലിസ്റ്റ് ഡിസിപ്ലിൻ ആണ്. ദെൻ ഇവർ ഇന്നർ ഡിസിപ്ലിനിൽ വിശ്വസിച്ചിരുന്നു. ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ്.
ഹ്യൂമൻ ബിഹേവിയർ ഇന്റേണൽ കൺട്രോൾ ഉണ്ടാവും, അതിനെ അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുക. റാദർ ദാൻ എക്സ്റ്റേണൽ വൺ ലൈക്ക് പ്രൈസ് ആൻഡ് പണിഷ്മെന്റ്, അതിനേക്കാളൊക്കെ അപ്പുറം ഒരു ഇന്റേണൽ കൺട്രോളിലേക്ക് ആൾക്കാരെ പ്രാപ്തരാക്കുന്ന ഒരു ശൈലിയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ദെൻ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഐഡിയലിസ്റ്റുകൾ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് നോക്കിയാൽ, ടീച്ചേഴ്സ് ആസ് എ സ്പിരിച്വൽ ഗൈഡ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ടീച്ചേഴ്സിനെ ഒരു സ്പിരിച്വൽ ഗൈഡ് ആയിട്ടാണ് കാണുന്നത്. ടീച്ചർ ആസ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. ടീച്ചർ ആസ് എ എംബോഡിമെന്റ് ഓൾ വെർച്യൂസ് ആസ് എ വെർച്യൂസ്. ടീച്ചർ ആസ് എ ഗാർഡനർ, ലൈസ് എൻ ഏജന്റ്. ഇങ്ങനെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് മാൻ, പെർഫെക്റ്റ് മാൻ ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗൈഡ് ആയിട്ടാണ്, ഒരു സ്പിരിച്വൽ ഗൈഡ് ആയിട്ടാണ് ഐഡിയലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്, പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് സുപ്രീം ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടിയുടെ എല്ലാ ഒരു ഡെവലപ്മെന്റിലും ടീച്ചർ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ പഴയ നമ്മുടെ ഒരു കാഴ്ചപ്പാടിലുള്ള പോലെ ടീച്ചർ ഈസ് കൺസിഡേർഡ് ആസ് ബീൻ കൺസിഡേർഡ് ഈക്വൽ ടു ത്രീ ഗോഡ്സ്. ത്രീ നമ്മൾ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഐഡിയലിസത്തിൻ്റെത്. അതായത് ഒരു ഒരു ഗോഡ് ലൈക്ക് ഫീലിംഗ് അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കണം, ആ രീതിയിലുള്ള പ്ലേസ് ആണ് ഗുരുവിന് കൊടുത്തിരുന്നത്. ദ ടീച്ചർ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഗാർഡനർ ഹു വർക്ക്സ് ഇൻ എ ഗാർഡൻ ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഫ്രോബിൽ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗാർഡനറെ പോലെയാണ്, ഹു വർക്ക്സ് ഇൻ എ ഗാർഡൻ ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഓരോ പ്ലാന്റ്സിന്റെയും വേണ്ട രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് പരിപാലിക്കുന്ന ഒരു ഗാർഡനർ പോലെയാണ് ടീച്ചർ എന്നാണ് ഫ്രോബിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് കാര്യമായിട്ട് ടീച്ചറെ കുറിച്ചുള്ള ഒരു ഐഡിയലിസത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഐഡിയലിസത്തിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഐ തിങ്ക് ടുഡേ വി ഹാവ് കൺക്ലൂഡ് ദിസ് സെഷൻ. ഇനി കുറച്ച് മെരിറ്റ്സ് ആൻഡ് ഡിമെരിറ്റ്സ് ഒക്കെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡീൽ ചെയ്യാൻ തോന്നും. ഓക്കെ, I think you have got the main ideas of the idealism. Is there any doubt, any clarification? Let me know that your queries. I think there's no queries. Okay, thank you. Fine.